ഭക്തലക്ഷങ്ങളെ ആനന്ദത്തിലാറാടിക്കുന്ന മകരജ്യോതി ഇന്ന് വൈകുന്നേരം 6:30 ശേഷം ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് മകരജ്യോതി ദർശനത്തിനായി പൊന്നമ്പലമേട്ടിലും പരിസരങ്ങളിലും സന്നിധാനത്തുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത്. ഈ മകരസംക്രമ ദിനത്തിൽ തന്നെ സംസ്ഥാനത്തെ 10,000-ലധികം കേന്ദ്രങ്ങളിൽ അയ്യപ്പ വിളക്ക് തെളിയിച്ച് പ്രതിഷേധിക്കാനാണ് അയ്യപ്പ സംഘടനകളുടെയും ഹിന്ദു ഭക്ത സംഘടനകളുടെയും തീരുമാനം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചാണ് ഹിന്ദു ഐക്യവേദിയുടെയും അയ്യപ്പ ക്ഷേത്ര സംരക്ഷണ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹിന്ദു ഭവനങ്ങളിൽ ഹിന്ദു ആരാധനാലയങ്ങളിൽ ഒക്കെ തന്നെ 10,000-ലധികം കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ച് വലിയ പ്രതിഷേധത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് ശേഷം മകരവിളക്ക് ദർശനത്തിനായി വീണ്ടും ശബരിമല തുറന്നതിന് പിന്നാലെ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിലും സന്നിധാനത്തും അനുഭവപ്പെടുന്നത്. ജനുവരി മാസം 14-ാം തീയതി മകര സംക്രമ ദിനത്തിൽ തന്നെ വൈകുന്നേരം പൊന്നമ്പല നടയിൽ മകരജ്യോതി തെളിയും. സർവാഭീഷ്ടഭൂഷിതനായി അയ്യപ്പസ്വാമി ദീപാരാധന തൊഴുതതിന് പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ മകരദീപം തെളിയിക്കുക. 3 തവണയാണ് മകരജ്യോതി തെളിയിക്കുന്നത്. ആ സമയത്ത് ഭക്തലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രധ്വനികൾ ഉയർന്നു പോകും. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തജനങ്ങൾ ദിവസങ്ങളോളം ആഴ്ചകളോളം വ്രതം നോറ്റ് ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭക്തലക്ഷങ്ങൾക്ക് സുഖപ്രദമായ മകരജ്യോതി ദർശനത്തിനായി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1 ലക്ഷം മുതൽ 1,25,000 വരെ ഭക്തലക്ഷങ്ങളെയാണ് ശബരിമല മകരജ്യോതി ദിനത്തിൽ അയ്യപ്പ സന്നിധിയിലേക്ക് പോലീസും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത്. ശബരിമല ദർശനത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി കൂടുതൽ പോലീസിനെയാണ് പൊന്നമ്പലമേട്ടിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും വിനിയോഗിച്ചിരിക്കുന്നത്. ശബരിമല ദർശനത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡും പോലീസും ഒരുപോലെ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. ദേവസ്വം ബോർഡ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു ശബരിമല സീസൺ ആയിരുന്നു ഇത്തവണത്തേത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു ഏറ്റവും അതിൽ പ്രമുഖം. ആ സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടുക, സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ അന്വേഷണം നടപ്പാക്കുക, CBI അന്വേഷണം തന്നെ സ്വർണ്ണക്കൊള്ളയിൽ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെയും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈകിട്ട് 6 മണിക്ക് വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി പരിപാടിയിൽ ലക്ഷക്കണക്കിന് BJP പ്രവർത്തകർ അണിനിരക്കുന്നത്. BJP ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും ജ്യോതി തെളിയിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖർ അയ്യപ്പ ജ്യോതിയുടെ ഭാഗമാകുമെന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് അറിയിച്ചു. മകരജ്യോതി ദിനത്തിൽ തന്നെ ശബരിമലയെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഈ സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപം തെളിയിക്കുന്നത്. CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാവുക, മുഴുവൻ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെയും നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്നീ ആവശ്യങ്ങളും അയ്യപ്പ ജ്യോതിയിലൂടെ BJP ഉന്നയിക്കുന്നുണ്ട്. CPM കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെന്നും അഡ്വക്കേറ്റ് S. സുരേഷ് ആരോപിച്ചു. എന്തായാലും ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന മകരജ്യോതി ദർശനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിക്കുന്നത്. നാളെ വൈകുന്നേരം 6:30 മണിയോടുകൂടി 7 മണിയോടുകൂടി അങ്ങ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കും. എല്ലാ ഭക്തരുടെയും കണ്ണുകൾ ആ നിമിഷം ആ പൊന്നമ്പലമേട്ടിലേക്ക് തന്നെയാകും. ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ ആ മന്ത്രധ്വനികളായും ഉയരുക. എന്തായാലും ആ ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമലയിലേക്ക് എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും.